നീലപക്ഷിയെ ആരും മറന്നിട്ടുണ്ടാവില്ല അല്ലേ? അങ്ങനെ പെട്ടെന്ന് മറക്കുന്ന കിളിയായിരുന്നില്ല ട്വിറ്ററിന്റെ നീലപക്ഷി. 2023 മസ്ക് ഇന്നത്തെ ജനപ്രിയ മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമായ ട്വിറ്ററിന് എക്സ് എന്ന് പുനർനാമകരണം ചെയ്തത്. പുതിയ നാമം നൽകിയപ്പോൾ അതോടൊപ്പം ലോഗോയും മാറ്റം വരുത്തി. എന്നാൽ ഇപ്പോൾ ഈ ലോഗോ ലേലത്തിൽ വിറ്റു. ഏകദേശം 34 ലക്ഷം രൂപയ്ക്കാണ് ലോഗോ വിറ്റത്. അപൂർവ ശേഖരണ വസ്തുക്കൾ വിൽക്കുന്നതിൽ പ്രശസ്തമായ RR ഓപ്ഷൻ കമ്പനിയാണ് 12 അടി നീളവും 9 അടി വീതിയുമുള്ള 254 കിലോഗ്രാം ഭാരമുള്ള ചിഹ്നത്തിന്റെ വിൽപ്പന സ്ഥിരീകരിച്ചത്. 2021 ഏപ്രിലാണ് ട്വിറ്ററിന് വിലയിട്ടുകൊണ്ട് ഇലോൺ മസ്ക് രംഗത്തെത്തുന്നത്. $4400 കോടി ഇടപാട്. ട്വിറ്ററിന്റെ ഡയറക്ട് ബോർഡിന്റെ ഭാഗത്തു നിന്ന് തുടക്കത്തിൽ വലിയ എതിർപ്പുണ്ടായി. എന്നാൽ ഒരു ഓഹരി മികച്ച തുക വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള മസ്കിന്റെ ഓഫർ അംഗീകരിക്കാൻ ഓഹരി ഉടമകളിൽ നിന്നും വലിയ സമ്മർദ്ദം ട്വിറ്റർ ഡയറക്ട് ബോർഡിന് നേരിടേണ്ടി വന്നു. ഇതോടെ ട്വിറ്റർ മസ്കിനോട് അടുത്തു. ഒടുവിൽ ഏറ്റെടുക്കൽ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കരാർ കമ്പനികളും ഒപ്പുവെച്ചു. അങ്ങനെ മസ്ക് തന്നെ കമ്പനി വാങ്ങി. ഇതോടെ നിരവധി പരിഷ്കാരങ്ങൾ മസ്ക് വരുത്തിയിരുന്നു. ആ പരിഷ്കാരത്തിലാണ് പേര് വരെ മാറ്റിയത്. ഇപ്പോഴത്തെ ട്വിറ്റർ നീലക്കിളി പറന്നുപോയിരിക്കുകയാണ്.